എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ബഡ്ജറ്റിൻ്റെ കുറിച്ച്, അത് തന്നെ ഒന്ന് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ ചില മേഖലകളിലേക്ക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകാരൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ചില മേഖലകളുണ്ട്. അതുകൂടാതെ പറഞ്ഞല്ലോ, ബഡ്ജറ്റ് ഒരു ഇന്ത്യൻ വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുന്നോട്ട് നയിക്കുന്ന പ്രഖ്യാപനങ്ങളുണ്ടെങ്കിൽ മാർക്കറ്റിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതല്ല, കയ്യടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുടെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ അതിനുശേഷം ബഡ്ജറ്റിന് ശേഷം കുറച്ച് നാളുകൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ചെറിയ നിക്ഷേപകരുണ്ടെങ്കിൽ ബഡ്ജറ്റിൻ്റെ അന്ന് ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയോ മറ്റോ ചെയ്യുക. അത്രയും മനസ്സിന് ഉറപ്പുള്ളവർ, അത്രയും ഫണ്ട് ഉള്ളവർ മാത്രമേ ആ ദിവസം ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. കാരണം വലിയ വലിയ തിമിംഗലങ്ങൾ ഇറങ്ങിക്കളിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം മോഡിയുടെ 3 സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ചൊവ്വാഴ്ച അവതരിപ്പിക്കുന്നത്. അതിൽ അടിസ്ഥാന സൗകര്യ വികസനം, പ്രതിരോധ ആധുനികവൽക്കരണം, ഗ്രാമീണ വികസനം, ആരോഗ്യ സംരക്ഷണം, നികുതി എന്നിവ പോലുള്ള പ്രധാന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിപണി വിലയിരുത്തുന്നത്. ഈ നടപടികൾ സാമ്പത്തിക വളർച്ചയെ നയിക്കുമെന്നും സാമൂഹ്യക്ഷേമം വർദ്ധിപ്പിക്കുന്നു പറയപ്പെടുന്നു. അപ്പോൾ ഒരു 7 മേഖലകളെ ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിൽ ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിൽ റോഡുകൾ, വൈദ്യുതി, നഗരവികസനം, റെയിൽവേ എന്നിവയിൽ ഉയർന്ന തുക വകയിരുത്താൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനുമായി പൊതു അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ എന്തൊക്കെ? ലാഴ്സൺ ആൻഡ് ടൂബ്രോ, L&T, KNR കൺസ്ട്രക്ഷൻ, PNC ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ. അതുകൂടാതെ രണ്ടാമത്തെ സെക്ടർ റെയിൽവേ ആണ്. അതായത് പുതിയ ലൈനുകൾ, പിന്നെ സ്റ്റേഷൻ പുനർവികസന, ആധുനികവൽക്കരണം എന്നിവയുൾപ്പെടെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും കാര്യമായ നിക്ഷേപങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ തന്നെ IRCTC, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടൈറ്റാഗൺ, വാർഗൺ എന്നീ ഓഹരികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത സെക്ടർ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ്. അതായത് താങ്ങാവുന്ന നിരക്കിൽ എല്ലാവർക്കും വീടുകൾ ലഭ്യമാക്കുക എന്നത് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിക്ഷേപത്തിന് സാധ്യതയുണ്ട്. നഗരാടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും താങ്ങാനാവുന്ന ഭവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മെട്രോ നഗരങ്ങൾക്ക് സമീപം പുതിയ സാറ്റലൈറ്റ് ടൗൺഷിപ്പുകളുടെ വികസനവും ഇതിൽ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ എന്താണെന്ന് വെച്ചാൽ DLF ലിമിറ്റഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഒബ്രോ റിയാലിറ്റി എന്നീ ഓഹരികൾ അതിൽ നമുക്ക് ആ സെക്ടറിൽ മിക്കവാറും കുതിപ്പിന് ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം. അതായത് ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കും ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾക്കുമുള്ള പ്രോത്സാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സുസ്ഥിര കേന്ദ്രീകരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള പിന്തുണ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ വിൻഡ് ലിമിറ്റഡ്, സുസ്ലോൺ എനർജി എന്നിവയാണത്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രതിരോധ മേഖലയാണ്. സായുധ സേനയുടെ നവീകരണം, നൂതന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കൽ, സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കാൻ ബഡ്ജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, HAL, പിന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, BDL എന്നീ ഓഹരികളിൽ ആ സെക്ടറിൽ നല്ലൊരു പ്രഖ്യാപനങ്ങളുണ്ടെങ്കിൽ ഇതിൽ കുതിപ്പുണ്ടാവും. MSME അതായത് മുദ്രാ വായ്പകൾ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സീഡ് ഫണ്ട് സ്കീം തുടങ്ങിയ ക്രെഡിറ്റ് സ്കീമുകളുടെ വികസനം അടക്കമുള്ള സർക്കാർ പദ്ധതികളിലൂടെ ഈ മേഖലയ്ക്ക് നേട്ടം ലഭിച്ചേക്കും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ് എന്നീ ഓഹരികളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ആരോഗ്യ മേഖലയെ നോക്കുമ്പോൾ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ വികസനം, സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയുള്ള ആരോഗ്യ സേവനങ്ങളുടെ മെച്ചപ്പെടൽ തുടങ്ങിയവ ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ ആരോഗ്യ മേഖല ബന്ധപ്പെട്ട ആ സെക്ടറിൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, സൺ ഫാർമസ്യൂട്ടിക്കൽ, സിപ്ല എന്നീ ഓഹരികളൊക്കെ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ GST വരുമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ GST വരുമാനം ഇനിയും കൂടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 2.11 ലക്ഷം കോടി രൂപയുടെ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് ലാഭവിഹിതമായിട്ട് നൽകിയിരിക്കുന്നത്. സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണിത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങളാണ് വിപണി ഉറ്റുനോക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ പണം ഒഴുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതോടെ കടം കുറയ്ക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ ഏകദേശം പൊതുമേഖല ഓഹരികളും വീണ്ടും വിറ്റഴിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഹരി വിപണിക്കും നല്ലതാണ്. കൂടാതെ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാൻ ധനമന്ത്രി തയ്യാറാവുക എന്നത് ഓഹരി വിപണി ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ നിക്ഷേപത്തിന് വഴിയൊരുക്കും. പ്രതിമാസം ഏകദേശം 20,000 കോടി രൂപയാണ് SIP വഴി വിപണിയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ നികുതി ഇളവിൽ 50,000 രൂപയുടെ വർധനവ് ഉണ്ടായാൽ അത് ഒക്കെ മ്യൂച്വൽ ഫണ്ടിലേക്കും ഓഹരി വിപണിയിലേക്കും കൂടുതൽ നിക്ഷേപകരും പണവും എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ഓഹരി വിപണിയിലെ ഉയർച്ചയ്ക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രത്യേകമായി എല്ലാവരും, അപ്പോൾ പുതിയ ട്രേഡേഴ്സ് കണ്ണും കാതും നോക്കി പേടിച്ച് ഭയപ്പെട്ടിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ന്യൂസുകൾ. അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നികുതി ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. ഏകദേശം 30% നികുതി ഏർപ്പെടുത്തുമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായാൽ അത് നിക്ഷേപകർ തിരിച്ചടിയും അത് ഓഹരി വിപണിയിൽ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഹരി. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും എല്ലാവരും ട്രേഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫണ്ടുകളൊക്കെ സെക്യൂരിറ്റി ആയിട്ട്, അതായത് കൃത്യമായ സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ടിട്ട് വേണം നമ്മളെ പൊസിഷൻസൊക്കെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു.